ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ടൊരു സ്പെഷ്യൽ ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. നല്ല പാസ്തയും ഒരു പാൻ ഫ്രൈഡ് ചിക്കനും പിന്നെ ഒരു സാലഡും, ചെമ്മീൻ്റെ ഒരു സാലഡും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ആയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ പാസ്ത ഒന്ന് ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയാൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മീഡിയം ഹീറ്റിൽ നമുക്കിതിനെ മൂടി വെച്ച് ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുക്കും നമ്മൾ പാസ്ത വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാസ്ത കുക്കായിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്ത് ഇതിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ടോസ് ചെയ്ത് വെക്കണം, അതിനകത്തൊന്ന് പരട്ടി വെക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടി പിടിക്കും. അതിപ്പോൾ സ്ട്രെയിനറിലോട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ഇച്ചിരി ഒലിവ് ഓയിൽ പരട്ടി വെക്കാൻ പോവാം. അപ്പോൾ പാസ്ത നമ്മൾ കുക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്കതിനെ ഒന്ന് ടോസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, അതായത് നമുക്ക് ഗാർലിക് ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പാസ്ത വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം ഓയിൽ വേണ്ട. ഇനിയിപ്പോൾ ഈ ഒലിവ് ഓയിലിനകത്തോട്ട് നമുക്ക് ക്രഷ് ചെയ്ത ഗാർലിക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യം. ഇപ്പോൾ അതേ ഗാർലിക്ക് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആ കുക്ക് ചെയ്ത പാസ്ത ഒന്ന് ഇട്ട് കൊടുക്കും. വേറെ ഒന്നുമില്ല, ഗാർലിക് ഫ്ലേവർ മാത്രമേ ഉള്ളൂ. നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കാം. ഗാർലിക്ക് അതിൻ്റെ ഇടയിലെല്ലാം ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിനകത്ത് കുറച്ചൊരു ചില്ലി ഫ്ലേക്സും കൂടെ, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ചൊരു ചില്ലി ഫ്ലേക്സും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. വീണ്ടും ഒന്ന് അതിനെ ടോസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ ഗ്രിൽ ചിക്കനും സാലഡും എല്ലാം കൂടെ സെർവ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാനിപ്പം നല്ല ബോൺലെസ് ബ്രസ്റ്റ് പീസസ് ഒരു 4 എണ്ണമായിട്ടാണ്, ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ചതച്ച വെളുത്തുള്ളി, അതായത് 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മസ്റ്റേർഡ് പേസ്റ്റ്, അതായത് കടുക് പരിപ്പ് അരച്ചതാണ്. ഇത് അധികം സ്പൈസ് ആയിട്ടുള്ളതല്ല, ഒരു കോണ്ടിനെൻ്റൽ ഡിഷ് ആയതുകൊണ്ട് നമ്മളധികം എരിവും മസാലാസൊന്നും അധികം കാണത്തില്ല ഈ ഗ്രില്ലിന്. പിന്നെ കുറച്ച് ബാൾസമിക് വിനീഗർ. ഇപ്പോൾ ബാൾസമിക് വിനീഗർ നിങ്ങളുടെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നോർമൽ വിനീഗറും ഒരു ടീസ്പൂൺ ബാൾസമിക് വിനീഗറിന് പകരം 1/2 ടീസ്പൂൺ വിനീഗറും 1/2 ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പർ, ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇതിലെല്ലാം ഒന്ന് പരട്ടി വെക്കണം. അപ്പം ഒരു 30 മിനിറ്റെങ്കിലും ഇതുപോലെ പരട്ടി വെക്കണം, എന്നാലേ ആ ചിക്കനിൽ അതെല്ലാം പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഈ ബാൾസമിക് വിനീഗറൊക്കെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ചിക്കൻ നല്ലതായിട്ട് ടെൻഡറൈസ് ആവും, മീറ്റ് നന്നായിട്ട് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാനിതിനെ നന്നായിട്ടൊന്ന് അരച്ച് നന്നായിട്ട് പരട്ടി വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഉണ്ടോ, ഇപ്പോൾ അതെല്ലാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് കവർ ചെയ്തിട്ട് 30 മിനിറ്റ്സ് ഒന്ന് നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഗ്രില്ല് ചെയ്ത് എടുക്കാം. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഒലിവ് ഓയിലാണ് ഞാനിത് ചെയ്യുന്നത്. അത് പാൻ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ആ ഒലിവ് ഓയിൽ ഒഴിച്ച് കഴിയുമ്പം അതിനകത്തോട്ട് നമുക്കിനി ഇതെല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡാക്കുക. അധികം ഓയിൽ വേണ്ട, നമുക്ക് ഒരു പാൻ ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ല.
അത് പാൻ ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോക്കണം, നല്ലോണം ചൂടാവണം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം ചിക്കൻ പീസസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസിന് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊറ്റയടിക്ക് എല്ലാം കുക്ക് ചെയ്ത് കിട്ടും. ഏകദേശം ഒരു 3-4 പീസ് ബ്രസ്റ്റ് പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്നിച്ച് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. ആ മസ്റ്റേർഡും ബാൽസമിക് വിനീഗറും ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് എളുപ്പം കുക്കായിക്കോളും. ഇനി ഇത് നല്ലതായിട്ടൊന്ന് സീലാവണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് മാർക്ക് വരുത്തണം ഗ്രില്ല് ചെയ്യുമ്പം. അപ്പോഴാണ് ആ പാൻ അങ്ങനത്തെ ആയതുകൊണ്ട് ആ ഗ്രിൽ മാർക്ക് ഇതിനകത്ത് നന്നായിട്ട് വരും. അപ്പം ഞാൻ ആ ഇട്ട ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് നോക്കട്ടെ. കണ്ടോ, ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിന് നല്ല കളറായിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇങ്ങനെ വരണം. ഇതെല്ലാം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോകും. ഇപ്പം മറ്റേ സൈഡും ആയിട്ടുണ്ടാവും. ഞാനൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ. കണ്ടോ, നല്ല കളറും ആ ഒരു ലൈൻസും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കുക്കായിട്ടില്ല, കുറച്ച് സമയം കൂടി എടുക്കും. ഇങ്ങനെ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഒന്ന് തീ കുറച്ചിടണം, എന്നാലേ നമുക്ക് ആകവശമൊക്കെ ചിക്കൻ്റെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ രണ്ട് സൈഡും നല്ലതായിട്ട് സീലായിട്ടുണ്ട്. അപ്പോൾ ജ്യൂസൊന്നും ഇനി പുറത്ത് പോകത്തില്ല. അപ്പോൾ ഇനി തീ ഒന്ന് മീഡിയം ഹീറ്റ് ആക്കിയിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സാലഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെമ്മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഹോൾ ചെമ്മീനെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ടാണ് ഇതിപ്പോൾ തൊണ്ടുള്ള ചെമ്മീനാണ്. അത് ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ് സാലഡിൻ്റെ മുകളിൽ വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഹോൾ ചെമ്മീനിനെ നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്ത് മാറ്റിയിട്ട് വേണം ഷെല്ലില്ലാത്ത ചെമ്മീനിനെ കുക്ക് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് ഇതിനെ രണ്ട് സൈഡും നല്ല ഒരു ഓറഞ്ച് കളറാവും. അതുവരെ നമുക്കതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിനൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇത് കണ്ട ഒരു സൈഡ് നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതങ്ങനെ കരിഞ്ഞു പോരുത്, പെർഫെക്റ്റ് ഡണ്ണായിരിക്കണം. ഉണ്ടോ, നല്ലൊരു ആ ഷെല്ലൊക്കെ നല്ലൊരു ഓറഞ്ച് കളറായിട്ടുണ്ട്. ഈ സൈഡും അതുപോലെ ഒന്ന് കുക്കായിട്ട് അതിനെ നമുക്ക് അടുപ്പത്തുനിന്നൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒരുമാതിരി കുക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു രണ്ട് സൈഡും കുക്കായി കഴിയുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇപ്പോൾ കണ്ടോ, ചെമ്മീൻ്റെ രണ്ട് സൈഡും നല്ല കുക്കായി നല്ല ബ്രൗൺ ആയിട്ട് നല്ല ഓറഞ്ച് കളറിലായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാനിപ്പം ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റുവാണ്. നല്ല പ്രോൺസ്, നല്ല വലിയ പ്രോൺസ് കിട്ടി. അപ്പം ഞാൻ വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു പ്രോൺ സാലഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെമ്മീനെ ഹോളായിട്ടുള്ള ചെമ്മീനെ ഫ്രൈ ചെയ്ത് മാറ്റി. ഇതിനിപ്പോൾ അതിനകത്ത് കുറച്ച് അതിൻ്റെ കൊമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആ പാനിലോട്ട് തന്നെ ഞാനിപ്പോൾ ഒരു 5-6 ചുവന്നുള്ളി നല്ല ക്രഷ് ചെയ്ത് ചതച്ച ഗാർലിക്ക്, നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അത്രയും വാടിയാൽ മതി. അതിനകത്തോട്ട് നമുക്ക് വൃത്തിയാക്കിയ ക്ലീൻ ചെയ്ത് കുറച്ച് പ്രോൺസ്, ഇതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് സാലഡിന് എത്ര പ്രോൺസ് ആവശ്യമുണ്ടോ അത്രയും എടുക്കാം, അത്രയേ ഉള്ളൂ. കൂടുതൽ പ്രോൺസ് വേണമെങ്കിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ അത് കിടന്നൊന്ന് കുക്കായി വരണം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, നമ്മൾ സാലഡിന് ഓൾറെഡി ഉപ്പ് ഇടുന്നുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ചെമ്മീനിൽ കുറച്ച് ഉപ്പ് വേണം. ഇതിനെയും ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ടോസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഞാനങ്ങ് അടുപ്പ് ഓഫ് ചെയ്യാൻ പോവാം. എന്നിട്ട് നമുക്ക് ആറാൻ അനുവദിക്കണം. എന്നിട്ട് വേണം നമുക്ക് സാലഡിൽ മിക്സ് ചെയ്ത് ടോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്.
അപ്പോൾ സാലഡിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഞാനിപ്പോൾ ഇന്ന് എടുത്ത സാലഡിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതായത് ഞാനിപ്പോൾ ഒരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു കുക്കുംബർ നല്ല ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ടാണ് ഞാൻ മുറിച്ചേക്കുന്നത് നീളത്തിൽ. പിന്നെ ചെറിയ ടൊമാറ്റോസ്, ഓറഞ്ചും റെഡും എടുത്തിട്ടുണ്ട്. ഒരു 5-6 മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. പാഴ്സ്ലി ലീവ്സ് ഉണ്ട്. പിന്നെ റെഡ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി, അത് ചെറുതായിട്ട് ജൂലിയനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു യെല്ലോ ക്യാപ്സിക്കത്തിൻ്റെയും പകുതി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ. പിന്നെ ഒരു ലെറ്റസ് ലീവ്സും കൂടെ ഇതിലൂടെ വരും, അത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതെല്ലാമാണ് സാലഡിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ ചെമ്മീൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ചെമ്മീനും കൂടി ഇട്ടിട്ടുള്ളൊരു സാലഡാണ്. അതിൻ്റെ ബാക്കി വെജിറ്റബിൾസാണ് ഇത്രയുള്ളത്. ഞാൻ സാലഡ് സെറ്റ് ചെയ്യാൻ പോകണം. നല്ല ക്രിസ്പായിട്ടുള്ള കണ്ട ഒടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം. നല്ല ലെറ്റസ്, ഐസ്ബർഗ് ലെറ്റസ് ഞാനൊരു ലെറ്റസ് ലീവ്സ് നല്ല ക്രിസ്പായിട്ടുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മളിങ്ങനെ കൈകൊണ്ട് പിച്ചിടാവുള്ളൂ. ലെറ്റസ് ലീവ്സ് നമ്മൾ കത്തി ഉപയോഗിക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓരോരോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ അരിഞ്ഞു വെച്ചിരുന്ന കാണിച്ചു തന്നല്ലോ, ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ക്യാപ്സിക്കം ആഡ് ചെയ്തു, കുറച്ച് ഒണിയൻ ആഡ് ചെയ്തു, കുറച്ച് യെല്ലോ പെപ്പർ ആഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഹാഫാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ ബൗളിലെടുത്ത് മിക്സ് ചെയ്യാം. കുറച്ച് ചെറിയ ടൊമാറ്റോസ്, കുറച്ച് മഷ്റൂം, പിന്നെ കുറച്ച് പാഴ്സലി അരിഞ്ഞത്, ഇത്രയും ഇട്ടിട്ട് നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസിനെ പതുക്കെ ഒന്ന് ടോസ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു വിനീഗ്രേറ്റ് ഉണ്ടാക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ചെമ്മീനും കൂടെ ആഡ് ചെയ്യണ്ടേ. ഇത് ചെമ്മീനും കൂടെ ഉള്ള സാലഡാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ആ വേവിച്ച് വെച്ച ചെമ്മീൻ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഷെല്ലോട് കൂടിയ ചെമ്മീൻ ഞാൻ ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് എടുക്കുകയുള്ളൂ. ബാക്കി നമുക്ക് ആ ജ്യൂസോട് കൂടി തന്നെ വെളുത്തുള്ളിയിൽ സോട്ട് ചെയ്ത് ചെമ്മീൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു വിനിഗ്രേറ്റ് ഉണ്ടാക്കണം. വിനിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, വിനിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ബാൾസമിക് വിനീഗർ, ഒലിവ് ഓയിൽ, ലെമൺ ജ്യൂസ്, ഇച്ചിരി സോൾട്ട്, ഒരു പിഞ്ച് ഓഫ് ഷുഗർ, പിന്നെ പെപ്പർ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ബൗളിൽ ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറേശ്ശെ ഈ സാലഡ് ബൗളിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതിനെ ടോസ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹാഫ് ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പോവാം. എന്നിട്ട് നമുക്കതിനെ ടോസ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് ടോസ് ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോൾ ആ വിനിഗ്രേറ്റ് ഒന്നും നമുക്ക് വായിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് അളവിൽ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പും പുളിയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഫൈനലായിട്ട് സാലഡ് ഡ്രസ്സിങ് ഇതിനകത്തോട്ട് സാലഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ന്യൂ ഇയറിനൊക്കെ പറ്റിയ നല്ല ഒരു സാലഡാണ്. ഞാനിതൊരു ന്യൂ ഇയർ ഡിഷായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ചെമ്മീനും നല്ല വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ്. ഇത് ഇപ്പം ഫൈനലായിട്ട് ഞാനത് അതിന് സാലഡിന് റെഡിയാക്കിയിട്ടുണ്ട്. മുകളിൽ പാഴ്സ്ലി ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെഡി ആയിട്ട്.